ഇവിടെ ഏറ്റവും ഒരു ഹിറ്റായ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഒരു ഹിറ്റായ പാട്ടാണെന്ത് ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. അപ്പോൾ ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ത് സക്രാത്തുൽ മൗത്ത് ഗൗരവമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടോടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ സക്രാത്തല്ല ഈ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല എന്ന് അവർ സൂഫികൾക്ക് അവരുടെ ഉത്സാരം പറഞ്ഞു കൊടുക്കുകയാണ്. ഭ്രാന്ത് പറഞ്ഞാൽ അള്ളാനെ അങ്ങോട്ട് സ്നേഹിച്ച് ഭ്രാന്താവുകയാണ്. അങ്ങനെ ഒരു ഭ്രാന്ത് ഇസ്ലാമിലുണ്ടോ? അത് മജ്ദൂബായ അവസ്ഥ. അല്ലെങ്കിൽ അവരുടെ പിന്നെ അഥവാ അള്ളാനെ അല്ലെങ്കിൽ റസൂലിനെ പ്രേമിച്ച് ഭ്രാന്താവുകയാണെന്ന് ചില ആൾക്കാർ വിശദീകരിച്ചു. അള്ളാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ റസൂലുള്ളയാണ്. ആ റസൂലുള്ളയാണ് പറഞ്ഞത് ഇന്നലിൽ മൗത്തി സക്രാത്ത്. എന്തൊരു വേദനയാണ് സക്രാത്തിന്, എന്തൊരു വേജാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു കൊടുത്തു, സഹാബത്തിന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ ഭ്രാന്തായാൽ എന്ത് സുഖം, സക്രാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അത് അള്ളാഹുവിലേക്കണ്ട് അടുത്തുണ്ടെങ്കിൽ സക്രാത്തുൽ മൗത്ത് രസമാണെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വിശദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഅബൻ വലഹവൻ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ. അഥവാ ദീനിൻ്റെ പേരും പറഞ്ഞ് ദീന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തെ കളിയും വിനോദവുമാക്കിയ ആളുകൾ, ഐഹിക ജീവിതം കൊണ്ട് വഞ്ചിതരായി പോയിട്ടുള്ള ആളുകളാണവർ. അവർ ദീനിനെ എന്താക്കി പിന്നെ തമാശയായിട്ട് ഗൗരവമില്ലാതെ എടുക്കുകയാണ്. ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.